ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എന്തുകൊണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ചൊക്കെ നേരം വെളുത്തതിൻ്റെ ശേഷം കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്താണ്, നാളെ നോമ്പാണല്ലോ. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കടികൾ ഉണ്ടാക്കി വെക്കാനും തേങ്ങ വറുത്ത് വെക്കാനും അങ്ങനത്തെ ഒക്കെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പച്ചരി കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ ഒന്ന് ഉണക്കാട്ടതാണ്. അപ്പോൾ അരിപ്പൊടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ പച്ചരി കിട്ടിയപ്പോൾ വിചാരിച്ച് പച്ചരി ഒന്ന് പൊടിപ്പിച്ച് വെക്കാമെന്ന്. അപ്പോൾ ഇതാ ഒന്ന് വെയിൽ കൊണ്ടതിന് ശേഷം മേലെ ഒരു തുണി ഇട്ടിട്ട് മൂടണുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചില്ല, മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അടുപ്പിൻ്റെ തൊട്ട് വിറക് ഇടണം. അപ്പോൾ വിറകൊക്കെ ഒന്ന് നിറച്ചേക്കട്ടെ. എന്താ വെച്ചാൽ നോമ്പല്ലേ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ മേലെ കുറച്ച് ദിവസം മുന്നേയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയതാട്ടാ. എന്നാലും പൊടിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ മേലെയും താഴെയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടാ. അതാ അപ്പോഴത്തേന് അരിയൊക്കെ ഒന്ന് വെള്ളം കൊലർന്ന് നല്ല പാകയിക്കണം. അപ്പോൾ അരി കവറിലാക്കി വെച്ച് അപ്പോൾ കാക്ക കൊണ്ടുപോയിക്കോളാൻ അറിയണം. പിന്നെ അതാ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരൂരൊന്ന് പോകണം കേട്ടോ. തിരൂർ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്. കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ വാങ്ങാണ്ടായി. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരൂരെത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാട്ടാ. നാളെ എന്താണ് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ പിന്നെ അതാ കുറച്ച് പച്ചക്കറിയും വാങ്ങി, ഫ്രൂട്ട്സും പിന്നെ ഈത്തപ്പഴം, പിന്നെ വെള്ളം കലക്കാനുള്ള ചെറുനാരങ്ങ, ഫ്രൂട്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങിയിട്ടാം. അപ്പോൾ ഇതാ വന്നതിൻ്റെ ശേഷം പിന്നെ അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണം, സമൂസ ഉണ്ടാക്കാം വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ വേവിച്ചെടുത്ത് പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കണതൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എപ്പോഴും കാണിച്ചിക്കണ ഒരു വീഡിയോ ചെയ്തിരുന്നത്, പിന്നെ അതുകൊണ്ട് ഞാനത് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ സൂക്ഷിച്ചാൽ ഒരാഴ്ചൻ്റെ മേലെ ഇരിക്കും കേട്ടോ. ഞാനങ്ങനെ വെക്കാറുണ്ട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എന്തായി പൊരിച്ചെടുത്താൽ മതി. മറ്റേത് നമ്മളെന്നും ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ക്ഷീണവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മളെത്ര ആളുള്ള അതിനനുസരിച്ചിട്ട് നമുക്ക് പൊരിച്ചാൽ മതി. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ സമൂസയും ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂസ ഞാൻ എന്താണ് സൈഡ് മൈദ ചെറുതായിട്ട് കലക്കിയിട്ട് അതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പൊരിക്കുമ്പോൾ അവിടെ ഇടുമ്പോൾ കാണാം അങ്ങനെ ഒരു പാകം ചെറുതായിട്ട് പൊട്ടിങ്ങാണ്ടും അതും ഇതൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതുപോലെ നമുക്ക് എന്താ പറയുക ഇട്ടെടുത്താൽ മതി. അത് സുഖമാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബീഫും കൊണ്ടുവന്നിന്. അപ്പോൾ ബീഫ് കിട്ടിയപ്പോൾ ബീഫ് വിചാരിച്ച് ഒരു 4 പൊതിയിൽ ആക്കി വെക്കാൻ വിചാരിച്ച്. ബീഫ് നമുക്കൊരു ഒരു കറീൻ്റെ ഒരു ആവശ്യത്തിനല്ല, പിന്നെ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടല്ല, പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കറിയിൽ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കൽ. അപ്പോൾ ഇതാ തേങ്ങ വറുക്കാനുള്ള എനിക്കുള്ള തേങ്ങ കട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ മക്കൾ എന്തൊക്കെയോ പറയാണ്, മൂക്ക് വെള്ളം വേണം. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യത്തെ വെള്ളം പൊയ്ക്കണം അപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നോട് ഇതിൻ്റെതും പോയപ്പോൾ എന്നോട് പറയണം അവർ പിന്നെയുള്ള തേങ്ങൻ്റെ ഒക്കെ വെള്ളം ഞങ്ങൾക്ക് വേണം കേട്ടാന്ന്. അപ്പോൾ അങ്ങനെ അവരതൊക്കെ കുടിച്ച് പിന്നെ അതാ തേങ്ങ 4 ചിരണ്ടാനാണ് കുറച്ച് പണിയുള്ള കാര്യം. പിന്നെ ഞാൻ എത്ര ചിരട്ട ഇങ്ങനെ എണ്ണി കളിക്കുന്നു കേട്ടോ ചിരട്ട കൊണ്ട്. അപ്പോൾ അടുപ്പത്ത് വറുക്കാനുള്ളതൊക്കെ ജീരകം, കറിവേപ്പിൻ്റെ ഇല, തേങ്ങ അത് മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തത് അത് മാത്രം നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ വറുത്തതിൻ്റെ ശേഷം നമുക്ക് തണുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് എത്രയാണ് നമുക്ക് ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് എടുത്തുങ്ങാണ്ട് നമുക്ക് ഇട്ടെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.